ഇസ്രയേലും അമേരിക്കയും എപ്പോൾ എവിടെ എന്ത് ചെയ്തോ അവിടെ എല്ലാ ഇസ്ലാമിക തീവ്രവാദ സായുധ സംഘടനകളും പ്രത്യേകിച്ച് ഇറാന്റെ കീഴിൽ വളരുന്ന സംഘടനകളൊക്കെ ഏകോപിക്കും. ഇപ്പോ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലാണ് പ്രശ്നം. പക്ഷേ രക്ഷയില്ല. ബെയ്റൂട്ടിൽ ഇപ്പോൾ കനത്ത കടന്നാക്രമണം സംഭവിക്കുകയാണ്. കാരണം ഹിസ്ബുള്ളയും ഹൂതികളും ഇതിനകത്തേക്ക് വലിച്ചഴക്കപ്പെടാറുണ്ട് പലപ്പോഴും. കാരണം ഉടനെ തന്നെ ചെങ്കടലിൽ ഹൂതികൾ ഇറങ്ങും ഇസ്രായേലിനെ പറപ്പിക്കാൻ. അപ്പോഴേക്ക് ആകാശപാതയിലും അതുപോലെ കരമാർഗത്തിലൂടെയൊക്കെയുള്ള യുദ്ധത്തിന് ഹിസ്ബുള്ളയും ഇറങ്ങും. ഇപ്പോഴിതാ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ വധത്തിന് പ്രതികാരമായിട്ട് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം ആരംഭിച്ചു. ഈ സാഹചര്യത്തിൽ അവരെ മാനസികമായിട്ട് ഒന്ന് അധൈര്യപ്പെടുത്തുക എന്നതുകൊണ്ട് ഇസ്രായേൽ ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണമൊഴി പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ മലയാളികളായതുകൊണ്ട് ആയത്തുള്ള അലി ഖൊമേനിക്ക് അറിയാം ഇറാന് തിരിച്ച് അമേരിക്കയോടോ ഇസ്രായേലിനോടോ പ്രതികാരം ചോദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടടാ നാറികളെ, നിന്നോടൊക്കെ എൻ്റെ പടച്ചോൻ ചോദിച്ചോളുമടാ എന്ന് പറയുന്ന നിസ്സഹായനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ കാണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആ മരണമൊഴി പുറത്തുവിട്ടത്. നമുക്കും അത് കേൾക്കാം. കരുണാനിധിയുമായ അല്ലാഹ്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സർവസ്തുതിയും അള്ളാഹുവിനാണ്. ലോകത്തിൻ്റെ അധിപനായവൻ നമ്മുടെ നേതാവായ മുഹമ്മദ് നബിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഇന്ന് കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്നു. ഇറാനിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന പരീക്ഷണങ്ങൾ കേവലം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള ആഗോള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ വിപ്ലവം നിലനിൽക്കുന്നത് തോക്കുകളിലല്ല, മറിച്ച് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ്. ലോകം കേൾക്കണം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ശക്തികൾ. നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഉപരോധം എന്നത് ഒരു യുദ്ധമുറയാണ്. അത് നിശബ്ദമായ കൊലപാതകം കൂടിയാണ്. ഞങ്ങളുടെ ആശുപത്രികളിൽ മരുന്നില്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളുടെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന്. എന്ത് വലിയ കാപട്യമാണിത്! ജനങ്ങളെ പട്ടിണിക്കിടുന്നവർ എങ്ങനെയാണ് ജനങ്ങളുടെ പക്ഷത്താകുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയും സാറ്റലൈറ്റ് ചാനലുകളിലൂടെയും നിങ്ങൾ പടച്ചുവിടുന്ന നുണകൾ ഇറാനിലെ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ വിഭവങ്ങളെയാണ്, ഇറാന്റെ സ്വാഭിമാനത്തെയാണ്. എന്നാൽ ഓർക്കുക, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ മുന്നിലുള്ള വഴി പ്രതിരോധമാണ്. അതെ, നമ്മുടെ മുന്നിലുള്ള ഏക വഴി പ്രതിരോധം തന്നെയാണ്. വിദേശ ശക്തികളുടെ ദാനധർമ്മത്തിനായി നാം കൈനീട്ടില്ല. ആ ഗതികേട് നമ്മളിൽ ഉണ്ടാകരുത്. നമ്മുടെ മണ്ണിൽ തന്നെ വേണ്ടത്ര വിഭവങ്ങളുണ്ട്. നമ്മുടെ യുവാക്കളുടെ ബുദ്ധിയുമുണ്ട്. നാം സ്വയം പര്യാപ്തത എത്രയും വേഗം നേടേണ്ടതുണ്ട്. ഇറാനിലെ ഓരോ ഫാക്ടറിയും ഓരോ പാടശേഖരവും ശത്രുവിനെതിരെയുള്ള കോട്ടകളാണ്. ഭരണരംഗത്തുള്ളവരോട് എനിക്ക് കണിശമായ ഒരു നിർദ്ദേശമുണ്ട്. ജനങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തണം. അഴിമതി എന്നത് ഈ വിപ്ലവത്തിനേറ്റ ക്യാൻസർ പോലെയാണ്. അത് വേരോടെ പിഴുതെറിയണം. ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആഡംബരങ്ങളിൽ മുഴുകുന്ന ഭരണാധികാരിക്ക് ഈ വിപ്ലവത്തെ നയിക്കാൻ അർഹതയില്ല. നിങ്ങൾ ജനങ്ങളുടെ സേവകരാകുക, യജമാനന്മാരല്ല. അതീശത്വ ശക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഞങ്ങൾ കരുത്താർജിക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു ചിന്താഗതിയാണ്. ആ ചിന്താഗതിയെ ബോംബുകൾ കൊണ്ട് തകർക്കാൻ കഴിയില്ല. പ്രതിരോധത്തിന്റെ ഈ പാത ഇറാന്റെ അതിർത്തികളിൽ അവസാനിക്കുന്നില്ല. ഇത് പലസ്തീനിലെയും ലെബനനിലെയും യമനിലെയും മർദ്ദിതരായ ജനങ്ങളുടെ ശബ്ദമാണ്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്യും. നമ്മുടെ ശത്രുക്കൾ ഭയത്തിലാണ്. അവരുടെ ഉള്ളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. അവർക്ക് മുന്നിൽ ഞങ്ങൾ തല കുനിക്കുകയില്ല. ഈ ലോകക്രമം മാറുകയാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ ആധിപത്യം അവസാനിപ്പിക്കാറായിരിക്കുന്നു. പുതിയൊരു പുലരി അതിദൂരമൊന്നുമില്ല, ഒട്ടും ദൂരെയല്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തന്റെ ദാസന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് അമേരിക്ക എന്ന മഹാപിശാചും അതിന്റെ മധ്യപൂർവേഷ്യയിലെ കാവൽ നായയായ ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടവുമാണ്. അമേരിക്കയുടെ ജനാധിപത്യം എന്നത് വെറും ഒരു മുഖം മൂടി മാത്രമാണ്. ആ മുഖം മൂടിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തെ മുഴുവൻ അടിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൊള്ളക്കാരന്റെ മുഖമാണ്.
അവർ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ലോകത്തിന്റെ എല്ലാ കോണുകളിലും യുദ്ധത്തിന്റെ വിത്തുകൾ അവർ തന്നെ പാകുകയാണ്. ഇറാനിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും അവർ ആസ്വദിക്കുകയാണ്. അവരുടെ ഉപരോധങ്ങൾ നമ്മുടെ ജനതയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് ഓർക്കണം. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? അവർക്ക് എന്ത് അർഹതയാണ് അതിലുള്ളത്? സ്വന്തം രാജ്യത്തെ കറുത്ത വർഗ്ഗക്കാരെ അടിച്ചമർത്തുകയും ലോകമെമ്പാടും ഏകാധിപതികളെ വാഴിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഇറാനെ ഉപദേശിക്കാൻ ഒരു യോഗ്യതയുമില്ല. അവർ നമ്മുടെ ശത്രുക്കളാണ്. കാരണം നാം അവരെ ഭയപ്പെടുന്നില്ല. നാം ഭയപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. സയനിസ്റ്റ് ഭരണകൂടമായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാജ്യമല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ തറച്ച ഒരു വിഷമുള്ളാണ്. അതെ, ഒരു വിഷമുള്ളത്. ഫലസ്തീൻ എന്ന പുണ്യഭൂമിയെ കയ്യേറി അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ഈ ഭീകര ഭരണകൂടം അധികകാലം നീണ്ടു നിൽക്കില്ല, അധികകാലം നിലനിൽക്കുകയും ചെയ്യില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വംശഹത്യയാണ് ഇസ്രായേൽ ഗസയിലും ഫലസ്തീനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പണവും ആയുധങ്ങളുമില്ലെങ്കിൽ ഒരു ദിവസം പോലും നിലനിൽക്കാൻ കഴിയാത്ത ഒരു ദുർബലമായ സംവിധാനമാണ് സയനിസ്റ്റുകളുടേത്. അവർ കരുതിയിരിക്കുന്നതും ഭയപ്പെടുന്നതും ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും കുറിച്ചാണ്. എന്നാൽ അവർ ഭയപ്പെടേണ്ടത് ഇറാന്റെ ആയുധങ്ങളെയല്ല, മറിച്ച് ഈ മേഖലയിലുള്ള ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന വിപ്ലവ വീര്യത്തെയാണ്. ഇസ്രായേലിന്റെ അന്ത്യം വരാനിരിക്കുകയാണ്. അത് പ്രകൃതിയുടെ നീതിയാണ്. എന്താണോ നഷ്ടപ്പെട്ടത് അത് മുസ്ലിം ജനതയുടെ കൈകളിൽ തന്നെ തിരിച്ചെത്തും. നോക്കൂ, ലോകം ഇന്ന് കാണുന്നത് തന്നെ അമേരിക്ക എന്ന മഹാശക്തിയുടെ പതനമാണ്. പുറമേ ശക്തമെന്ന് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ നിന്ന് ദ്രവിച്ച ഒരു വൻമരമാണ് ഇന്ന് അമേരിക്ക. അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥിതി തകർന്നിരിക്കുന്നു. അവരുടെ സാമ്പത്തിക അടിത്തറ ഇളകിയിരിക്കുന്നു. മുൻപ് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയ്ക്ക് ഇന്ന് സ്വന്തം അതിർത്തികൾ പോലും സുരക്ഷിതമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് അള്ളാഹുവിന്റെ നീതിയാണ് ഇപ്പോൾ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം രക്തം ചൊരിഞ്ഞവർ, മറ്റു രാജ്യങ്ങളിലെ സമാധാനം കവർന്നവർ ഇന്ന് സ്വന്തം രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങളാൽ വലയുകയാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ അധീശത്വം അവസാനിപ്പിച്ചുവെന്ന് നാം തിരിച്ചറിയണം. ലോകത്തിന്റെ അധികാരം പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്ക് മാറിയിരിക്കുന്നു. ഇറാന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും ശബ്ദം ഇനി ലോകം കേൾക്കും. അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ വെറും കടലാസു തുണ്ടുകൾ മാത്രമാണ്. അവരെ വിശ്വസിച്ച രാജ്യങ്ങളുടെ ഗതി എന്തായെന്ന് നാം കണ്ടതാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും അവർ എന്ത് നന്മയാണ് കൊണ്ടുവന്നത്? നാശമല്ലാതെ മറ്റൊന്നും അവർ നൽകിയിട്ടില്ല. അവർക്ക് വേണ്ടത് നമ്മുടെ എണ്ണയാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അടിമത്തമാണ്. എന്നാൽ ഇറാൻ ഒരു പരീക്ഷണശാലയല്ല. ഞങ്ങളെ പരീക്ഷിക്കാൻ വരുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരും. അമേരിക്കയുടെ കാലം കഴിഞ്ഞു. അവരുടെ ചാരന്മാരും ഏജന്റുമാരും എത്ര ശ്രമിച്ചാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മുന്നേറ്റത്തെ തടയുവാൻ സാധിക്കില്ല. വരും ദശകങ്ങൾ ഇറാന്റേതും നീതി ആഗ്രഹിക്കുന്ന ജനങ്ങളുടേതുമായിരിക്കും. അമേരിക്കയുടെ പതനം ചരിത്രപരമായ ഒരു അനിവാര്യതയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇറാനിലെ സ്ത്രീകളെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്ക ഗസയിൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കാണുന്നില്ലേ? ഇത് അമേരിക്കയുടെ ധാർമ്മികമായ തകർച്ച കൂടിയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈലുകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളതാണെന്ന് ഓർക്കണം. ചൈനയും റഷ്യയും ഉൾപ്പെടെ രാജ്യങ്ങളുമായി ഇറാൻ ഉണ്ടാക്കുന്ന പുതിയ സഖ്യങ്ങൾ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ പോകുന്നവയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അഹങ്കാരം ഇനി അധികകാലം നീണ്ടു നിൽക്കില്ല. എന്റെ വിയോഗം ശത്രുക്കൾ സ്വപ്നം കാണുന്നുണ്ടാകും. എന്നാൽ എനിക്ക് ഭയമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിപ്ലവം ഒരു വ്യക്തിയിലല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ജ്വലിക്കുന്നത്. ഒരു ഖമേനി കൊല്ലപ്പെട്ടാൽ 1000 ഖമേനിമാർ ഇനിയും ഉയർത്തെഴുന്നേൽക്കും. ശത്രുക്കൾ നമ്മുടെ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ ആ രക്തം അവരുടെ സാമ്രാജ്യങ്ങളുടെ അന്ത്യത്തിന് കാരണമാകും. ഇറാന്റെ സൈനികരോടും വിപ്ലവ ഗാർഡുകളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ വിരലുകൾ ട്രിഗറുകളിൽ തന്നെ ഇരിക്കട്ടെ. ശത്രുവിന്റെ ഒരൊറ്റ പിഴവ് മതി അവരുടെ ഭൂപടം ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ. നമ്മുടെ മിസൈലുകൾ കേവലം ലോഹക്കഷ്ണങ്ങളല്ല, അവ മർദ്ദിതരുടെ രോഷമാണ്. അമേരിക്കയും ഇസ്രായേലും അവരുടെ താവളങ്ങൾ എവിടെ ഒളിപ്പിച്ചാലും ഇറാന്റെ തിരിച്ചടിയിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടാവില്ല. നാം ഒരു യുദ്ധം തുടങ്ങില്ല, പക്ഷേ ആരെങ്കിലും നമ്മുടെ മണ്ണിൽ തൊട്ടാൽ അവർക്ക് തിരിച്ചു പോകാൻ ശരീരമുണ്ടാവില്ല. അമേരിക്കയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ മേഖലയിൽ കത്തിച്ചത്തി നിങ്ങളെ തന്നെ ദഹിപ്പിക്കും. നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങളുടെ കടലിൽ ശവപ്പറമ്പുകളായി മാറും. ഇസ്രായേലിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമല്ല, ഇത് സത്യവും അസത്യവും തമ്മിലുള്ള അന്തിമ പോരാട്ടമാണ്. ഭയപ്പെടരുത്, തളരരുത്. അള്ളാഹുവിന്റെ വിജയം വളരെ അടുത്താണ്. നമ്മുടെ ഓരോ തുള്ളി ചോരയും ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്ന പ്രളയമായി മാറും. ഒടുവിലായി എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ മരണത്തിലോ ഈ വിപ്ലവം അവസാനിക്കുന്നില്ല. ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകണം. ശത്രുക്കൾ കരുതുന്നത് നേതൃത്വത്തെ തകർത്താൽ ഇറാൻ തകരുമെന്നാണ്. എന്നാൽ ഓരോ ഇറാനിയൻ പൗരനും ഇന്ന് ഈ രാജ്യത്തിന്റെ പരമോന്നത നേതാവാണ്. നാം വളർത്തിയത് ഒരു തലമുറയെ മാത്രമല്ല, ഒരു ആശയത്തെയാണ്. അമേരിക്കയോടും അതിന്റെ സഖ്യകക്ഷികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ കൊന്നൊടുക്കിയാലും ഞങ്ങളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. മണ്ണിൽ വീഴുന്ന ഓരോ രക്തത്തുള്ളിയും നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന പ്രളയമായി മാറും. ഭയത്തെ നാം പണ്ടേ കുഴിച്ചു മൂടിയതാണ്. ഇനി പോരാട്ടത്തിന്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് നാം വിജയിക്കും. യുവാക്കളെ, നിരാശപ്പെടരുത്, പിന്തിരിഞ്ഞു നോക്കരുത്. നീതിക്ക് വേണ്ടിയുള്ള ഈ യുദ്ധം ലോകം മുഴുവൻ പടരും. പടിഞ്ഞാറൻ ശക്തികളുടെ അഹങ്കാരത്തിന് നാം അന്ത്യം കുറിക്കും. ദൈവം ഇറാനെ കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മെ പടച്ചവൻ രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തന്റെ ദാസന്മാരെ ഒരിക്കലും കൈവിടില്ല. വിജയം നമ്മുടേതാണ്. വിജയം സത്യവിശ്വാസികളുടേതാണ്. യുവാക്കളെ, നിങ്ങൾ നിരാശപ്പെടരുത്. അറിവ് സമ്പാദിക്കുക, ആത്മീയമായി ഉയരുക. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിലാണ്.
നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അള്ളാഹു ഈ വിശുദ്ധ മണ്ണിനെ കാത്തുരക്ഷിക്കട്ടെ. രക്തസാക്ഷികളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വന്തം ജനത പോലും ഒരു ഭരണാധികാരിക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പെൺകുട്ടി ശരിയാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് മഹ്സാമിനി എന്ന 22-കാരിയെ നിഷ്ഠൂരമാം വിധം കൊല ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയതിന്റെ പേരിൽ സ്വന്തം ജനതയെ മുഴുവനും ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞ ഈ കിരാതനായിട്ടുള്ള നാടുവാഴി ചത്തപ്പോൾ ഇറാന്റെ തെരുവോരങ്ങളിൽ സന്തോഷമാണ്, ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ 2 പോയിന്റുകൾ: ഒന്ന്, ആത്മീയമായിട്ട് ഉയരുക. ആത്മീയമായിട്ട് ഉയർന്നത് കൊണ്ടാണല്ലോ ഈ രാജ്യം ഇന്ന് ഈ ഗതികേട് അനുഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ചോദിച്ചോളുമെന്ന്. ശരിയെന്നാ പിന്നെന്തിനാ നിങ്ങൾ ഈ ആണവായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന? പടച്ചോനങ്ങ് ചോദിക്കത്തില്ല. ഇറാൻ ജനതയുടെ ആത്മരോഷം ഈ ചിത്രത്തിലുണ്ട്. ഒരു കുഞ്ഞു ഊഞ്ഞാലാടുവാണ് കൊമേനിയുടെ കഴുത്തിൽ കയറിട്ടിട്ട്. ഒരു പെൺകുട്ടി ഇറാന്റെ പരമോന്നത നേതാവിന്റെ തലയാണ് വെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പർദ്ദയും മക്കനയും ധരിച്ച സ്ത്രീകളാണ് നൃത്തം കളിക്കുന്നത്. എന്തു മനസ്സിലായി? ആയത്തുള്ള അലി ഖൊമേനിയുടെ മാരകമായിട്ടുള്ള ചില ഉത്തരവുകളാണ് ഇറാൻ ജനത ഇന്നെടുത്ത് ലോകത്തോട് കാണിക്കുന്നത്. കന്യകമാരായിട്ടുള്ള വനിതാ തടവുകാരെ വധിക്കുന്നതിനു മുമ്പ് ബലാത്സംഗം ചെയ്തിരിക്കണം. എന്തിനാണെന്നറിയാമോ? അവര് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. മാനവികത ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, കൽപ്പനയിൽ നിന്ന് വ്യക്തമാണ്. ഒരു പെൺകുട്ടി വധിക്കപ്പെടുന്ന സമയം അവള് കന്യകയാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കുമെന്നാ പറഞ്ഞത്. മലക്കുകൾ അഡ്മിഷൻ ലെറ്ററുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവള് കന്യകയാണോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അതുകൊണ്ട് ആയത്തുള്ള അലി ഖൊമേനി ചത്തു തൊലയുന്നതിനു മുമ്പ് തന്റെ സൈന്യത്തിനോട് പറയുക, കന്യകമാരെ പണിഞ്ഞിട്ടേ വിടാവേന്ന്. നബി ചാവുന്നതിന് മുമ്പ് പറഞ്ഞൂരാ, അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാട് കടത്താതെ നിങ്ങളൊന്നും വിശ്രമിക്കല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ ഇതുവരെ എടുത്തു വെച്ചിരുന്ന മുൾക്കിരീടം എടുത്ത് സ്വന്തം ജനതയുടെ തലയിൽ വെച്ചു കൊടുത്ത അതേപോലെ തന്നെ ആയത്തുള്ള അലി ഖൊമേനിയും തുടങ്ങി. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. 1980-കളില് ഇറാനിൽ നടന്ന രാഷ്ട്രീയമായിട്ടുള്ള അടിച്ചമർത്തലുകളുടെ സമയത്താണ് മതപണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കന്യകമാരായിട്ടുള്ള ഇറാൻ സ്ത്രീകൾ, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവരുടെ കോൺസെപ്റ്റിൽ 5 വയസ്സും 10 മാസവും ഒക്കെ ഉള്ളത് സ്ത്രീകളാണ് കേട്ടോ. നമ്മുടെ കണ്ണിലാണ് അത് കുഞ്ഞുങ്ങൾ, അത് പൈതലുകൾ. അപ്പൊ അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് മുമ്പ് മതപരമായിട്ടുള്ള ആ തടസ്സവും കൂടി നിങ്ങൾ അങ്ങ് നികത്തിയേക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഈ മഹാരഥനെ സ്വന്തം ജനത തിരിച്ചറിഞ്ഞല്ലോ. വധിക്കുന്നതിന് മുമ്പ് അവരെ 1-2 ദിവസത്തേക്ക് നിർബന്ധമായി ബലാത്കാരം ചെയ്യിക്കണം. ലൈംഗികമായി അവരെ സൈനികർ പീഡിപ്പിക്കണം. പിന്നെ അവര് സ്വർഗത്തിൽ പോകുമെന്ന് നമുക്ക് സമാധാനിക്കണ്ടല്ലോ. നമുക്ക് സമാധാനിക്കാലോ നരകത്തിലേ പോകത്തുള്ളൂ എന്ന്. ഇവിടെ കുത്തിയിരുന്നു മതരാഷ്ട്രം സ്വപ്നം കാണുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള താലിബാനോളികള് ഇറാനിലെ മതരാഷ്ട്രത്തിലെ ഒരു സ്റ്റഡി മെറ്റീരിയൽ കാണുന്നുണ്ടാകുമോ? അവരുടെ മതപഠന ക്ലാസുകൾ കാണുന്നുണ്ടാകുമോ? ഹിജാബ് നിർബന്ധമാക്കി വിവാഹപ്രായം 8-ൽ നിന്ന് 11-ൽ നിന്ന് 9-ലേക്കൊന്ന് ചുരുക്കി സ്ത്രീകൾക്ക് വിവാഹബന്ധം വേർപെടുത്താനുള്ള അവകാശമില്ല. അള്ളാഹുവിന്റെ സിംഹാസനത്തിലെ ആണി ഒരെണ്ണമൊന്ന് ഇളക്കി വെച്ചു, അത് ഇളകുമെന്ന് പറഞ്ഞു. ഇനിയും ഡിവോഴ്സ് കഴിഞ്ഞാലോ കുട്ടികളുടെ അവകാശം പിതാവിന് മാത്രമാക്കി ചുരുക്കി. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സ്ത്രീകൾ ഉപയോഗിക്കേണ്ട. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം പരിമിതപ്പെടുത്തി. ഇതൊക്കെ ചെയ്ത ഈ മലരൻ ഇന്ന് പലർക്കും ധീരനായ നേതാവാണത്രേ, തലകുനിക്കാത്ത നേതാവാണത്രേ. അതിന് തല ആദ്യമേ ഇസ്രായേൽ എടുത്തു, പിന്നീട് നട്ടെല്ലാണ് വളഞ്ഞത്. ഇറാനിലെ നിയമങ്ങൾ ഈ ഇന്ത്യയിലും സർവോപരി കൊച്ചു കേരളത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഇവിടത്തെ മതയോളികൾ അറിയണം,
ഇറാന്റെ പരമോന്നത നേതാവ് ഏറ്റവും ഒടുവിൽ കാലുപിടിച്ച് കേണ് നിലവിളിച്ചപ്പോൾ തല ഉയർത്തി നിൽക്കാൻ തലയുണ്ടായിരുന്നില്ല. അത് നെതന്യാഹുവിന്റെ കയ്യിലായിരുന്നു. നന്ദി.